പല പിള്ളേരുടെയും ഒരു മാർക്ക് ലെവൽ കണ്ടു കഴിഞ്ഞാൽ ചില സമയങ്ങളിലൊക്കെ 100 ആ ഒരു റേഞ്ചിൽ 100% മാർക്ക് മേടിച്ച് ജയിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഗ്രേഡ് ഒക്കെ മേടിക്കുന്ന പിള്ളേരുണ്ട് ഒരുപാട് പേര്. അപ്പം ആ ഒരു സ്റ്റേബിലിറ്റി കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് പോകും. കാരണം എന്താ അറിയോ, ഇവർ അന്നേരത്തെ ഒരു ആവേശത്തിന് പഠിക്കുന്ന അല്ല, ഇവർ പാഷനേറ്റ് ആയിട്ടൊന്നുമല്ല പഠിക്കുന്നത്. കുറെ നാൾക്ക് ശേഷം കുറെ വർഷങ്ങൾക്ക് ശേഷം ഇവരെ കാട്ടി ബിലോ ആവറേജ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവരുടെയൊക്കെ ബോസും അല്ലെന്നുണ്ടെങ്കിൽ ഇവരൊക്കെ കമാൻഡ് ചെയ്യുന്ന ആൾക്കാരുമായിട്ട് മാറുന്നത്. കാരണം എന്താണ്, അവർ പാഷനേറ്റ് അല്ല ഒരു കാര്യത്തിനും. അപ്പം നമുക്ക് മാർക്ക് മേടിക്കാനുള്ള ഒരു കോമ്പറ്റീഷൻ അല്ല, ഒരു കോമ്പറ്റീഷൻ ആയിട്ട് മാത്രം എഡ്യൂക്കേഷനെ കാണുന്ന ഒരു സിസ്റ്റം മാറ്റിക്കൊണ്ട് എനിക്ക് കുറച്ച് മാർക്ക് കുറഞ്ഞാലും ഞാൻ പാഷനേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ചെയ്യത്തുള്ളൂ എന്ന് പറയുന്നിടത്താണ് നമുക്ക് ഇഷ്ടപ്പെട്ട ജോലികൾ പോലും തിരഞ്ഞെടുക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ അവിടെ എൻഫോഴ്സ്മെന്റിൽ നിങ്ങൾ ജോലി മേടിച്ചു കഴിഞ്ഞാൽ എൻഫോഴ്സ് ചെയ്ത് നിങ്ങളുടെ മനസ്സിനെയും ശരീരത്തിനെയും എൻഫോഴ്സ് ചെയ്ത് ജോലി ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആണ് നിങ്ങൾ ഉണ്ടാകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ ഫാമിലി ലൈഫിൽ പോലും നിങ്ങൾക്ക് തൃപ്തി ഉണ്ടാവത്തില്ല. അപ്പം നമ്മൾ ഒരുപാട് മാർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് എഫോർട്ട് എടുത്ത് പഠിച്ച് നിങ്ങൾ 100% മാർക്കിന് വേണ്ടി പഠിക്കാതെ നിങ്ങൾക്ക് ഒരു ആവറേജ് പഠിത്തം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫോർട്ട് ഇല്ലാതെ അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ കണ്ണടച്ച് പോലും നോക്കുമ്പോൾ സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും ഉത്സവമാണ് എന്ന് തോന്നുന്ന ജോലികൾ നിങ്ങൾ ചെയ്യാനുള്ള രീതിയിൽ നിങ്ങൾ ജീവിതത്തെ മാറ്റിയെടുക്കുക. ആ ഒരു പാഷനേറ്റ് ആയിട്ടുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം ഹാപ്പിനെസ് ആയിരിക്കും. നിങ്ങൾ എപ്പോഴും ഓട്ടോമാറ്റിക്കലി ആ സമയത്തേക്ക് നിങ്ങൾ നമ്പർ 1 ആയിക്കൊണ്ടേയിരിക്കും. അല്ലാതെ നമ്മൾ അതിനു വേണ്ടി നമ്പർ 1 ആവാനും വേണ്ടി പ്രയത്നിക്കേണ്ട. നിങ്ങൾ ചെയ്യുന്ന പാഷനേറ്റ് ആയിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും യൂണീക്കും നിങ്ങൾ നമ്പർ 1 എന്നും നിലകൊള്ളും. ചിന്തിച്ചു നോക്ക്.